എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് യാസാറ്റ് 52 ഡിഗ്രി KU ബാൻഡ്. ട്രാക്ക് ചെയ്തിരിക്കുന്നത് 6 ഫീറ്റ് ഓഫ്സെറ്റ് ഡിഷിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന LNB ഇൻവെർട്ടോ ബ്ലാക്ക് LNB ആണ്. അതുപോലെ തന്നെ സ്കാലറിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് നോക്കാം. സ്കാലറിങ്ങിൻ്റെ അളവ് വരുന്നത് 20 സെൻറ്റിമീറ്ററാണ്. 20 സെൻറ്റിമീറ്ററിൻ്റെ സ്കാലറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. LNB സെറ്റ് ചെയ്തത് സ്കാലറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇൻവെർട്ടോ ബ്ലാക്കിൻ്റെ അടിഭാഗത്തെ വൈറ്റ് ടോപ്പ് ഊരിയിട്ട് മേൽഭാഗത്ത് കൂടി ഇറക്കി വെച്ചതാണ്. 20 സെൻറ്റിമീറ്ററിൻ്റെ സ്കാലറിങ്ങിൻ്റെ മേൽഭാഗത്തെ വട്ടം കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. യാസാറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വലത് കൈയിൻ്റെ ഭാഗത്തേക്കാണ് LNBൻ്റെ ചെരിവ് വരേണ്ടത്. കണക്ടർ കൊടുക്കുന്ന ഭാഗം വലത് കൈയിൻ്റെ ഭാഗത്തേക്ക് വരണം. ഡിഷിൻ്റെ ബാക്ക് ഭാഗത്ത് ചെരിവ് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് നോക്കാം. ടേപ്പ് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര സെൻറ്റിമീറ്റർ എന്നുള്ളത് നോക്കുക. എൻ്റെ ഈ ഡിഷിന് ഞാൻ അലുമിനിയത്തിൻ്റെ കോയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കോയിൽ ഒട്ടിച്ചിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. പല സൈഡിലും പൊളിഞ്ഞു തുടങ്ങി. ഈ പൊളിഞ്ഞ ഈ ഡിഷിൽ കോയിലിൻ്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞിട്ടുണ്ട്. എന്നാലും ശരി, ഇതിൽ നമുക്ക് എത്ര ചാനൽ ട്യൂണാണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ യാസാറ്റിൻ്റെ സ്ട്രോങ് TP കാണിക്കുന്നുണ്ട്. വെർട്ടിക്കലും ഹൊറിസോണ്ടും സ്ട്രോങ് TP മീറ്ററിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് സെറ്റ് ബോക്സിൽ എത്ര ചാനൽ ട്യൂണാവുന്നുള്ളത് നോക്കാം. യാസാറ്റ് പൊതുവെ കാലത്ത് സിഗ്നൽ കുറവാണ്, വൈകിട്ടാണ് സിഗ്നൽ കൂടുന്നത്. ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് വൈകിട്ട് 5 മണിക്കാണ്. 5 മണിക്ക് ട്യൂൺ ചെയ്തപ്പോഴാണ് 145 ചാനൽ ട്യൂണായിട്ടുള്ളത്. അത് ഒരു 9 മണിൻ്റെ ശേഷമാണെങ്കിൽ അതിലേറെ ചാനൽ കയറും, പുതിയ TP കയറും. അപ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ കഴിയുന്നത് വൈകിട്ട് ട്രാക്ക് ചെയ്യുക. പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട്